പോകുന്നത്. എനിക്ക് തന്നിട്ടുള്ള വിഷയം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ. നമുക്ക് അഭിമാനിക്കുവാൻ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി. സാമ്രാജ്യത്വത്തിന്റെ ഇരുട്ടിൽ നിന്ന് പ്രകാശം തന്ന ലോകത്തിലേക്ക് നമ്മെ നയിച്ച ദേശാഭിമാനികളെ ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം. നിരാശയുടെ കൂരിരുളിൽ നിലം പതിച്ച ഒരു കൂട്ടം ജനങ്ങളെ പ്രത്യാശയുടെ പൊൻവെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയവരാണ് ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്, ചന്ദ്രശേഖർ ആസാദ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവർ. ജന്മനാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മഹാസമരത്തിൽ രക്തവും ജീവനും നൽകിയ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ ധീര ദേശാഭിമാനികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അനുഭവിച്ച ത്യാഗം മൂലമാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ജനിച്ച് വീഴുവാൻ നമുക്ക് സാധിച്ചത്. നിരന്തരമായ ജാഗ്രതയിലൂടെ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കൽ ആണ് ഇവർക്ക് നമുക്ക് കൊടുക്കാനാവുന്ന ആദരവ്. നമ്മുടെ ഇന്ത്യ ഇന്ന് ലോകത്തിലെ അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി വളർന്നിരിക്കുന്നു. എന്നാൽ നമ്മുടെ മഹാരഥന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തോട് 100% നീതി പുലർത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പൂർണ്ണമായും സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലുള്ള വിവേചനം ഇന്നും നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. കഠിന വിദ്വേഷം ജനിപ്പിക്കുവാനും മതത്തേക്കാൾ അധികം മറ്റൊന്നും ഇടയാക്കിയിട്ടില്ല. അമിതമായാൽ മതവും വിഷം ആണ് എന്നാണ് ഇതിന്റെ പൊരുൾ. സാമൂഹിക അടിമത്തം ഇല്ലാതാകാനുള്ള ശരിയായ ആയുധം വിദ്യാഭ്യാസമാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് ഉയർത്തെഴുന്നേൽക്കുവാനും സാമൂഹ്യ നിലവാരം, സാമ്പത്തിക പുരോഗതിയും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും നേടുവാൻ വിദ്യാഭ്യാസം മാത്രമാണ് സഹായിക്കുക. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്കു ശേഷവും ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 74%, കേരളത്തിൽ ഇതു 94% ആണ്. 100% സാക്ഷരത കൈവരിക്കുവാനും അതുവഴി നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ മാറ്റുവാനും നാം ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പോരാടുക. തീവ്രവാദത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെ, പട്ടിണിക്കെതിരെ, പ്രകൃതി നശീകരണത്തിനെതിരെ ഒന്നിക്കുക. ത്രിവർണ്ണ പതാകയുടെ കീഴിൽ. ജയ് ഹിന്ദ്.